എന്നിട്ടല്ല ഒരു നല്ല ദിവസമാണ് അല്ല സുധി. എന്നാ ദിവസം ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ച. എന്തുകൊണ്ടാണ് നല്ല ദിവസം? ഇന്ന് ശനിയാഴ്ച ജ്വല്ലറിയിൽ നല്ല തിരക്കുള്ള ദിവസമാണ്, അതുപോലെ സലൂണിൽ നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരെ വിടേണ്ട പരിപാടിയല്ല. സമയം കുറച്ച് ലേറ്റായി പോയി, 10:30 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീക്കാലും ലേറ്റായി. പിന്നെ സുധിക്ക് വീട്ടിൽ കുറേ പണി ഉണ്ടായി, പിന്നെ എനിക്ക് വളപ്പിൽ കുറേ പണി ഉണ്ടായി. അപ്പോൾ നമ്മളേതായാലും നമ്മളെ എൻ്റെ വർക്കിൽ വിടാമല്ലോ മമ്മി. അപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഷെബീർ പെരുന്നാളായിട്ട് ലീവൊന്നുമില്ല, ഞങ്ങൾ ടൂറൊന്നും പോയില്ല. ഒരു ടൂറും ഇല്ല, പരിപാടിയിലൊന്നുമില്ല കേട്ടോ. വെറും പണി പൈസ എന്നുള്ളൊരു വിചാരമുള്ളൂ ഷെബീർ. പിന്നെ നമ്മളിതൊക്കെ കാര്യപ്പെട്ട രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്. ശ്രീ ഉണ്ടായിരുന്നു വരുന്നതാണ്, കുഞ്ഞിരാവണ്ണും ഷായണ്ണും. മുന്നേ ഒരു പ്രാവശ്യം വന്നല്ലേ? 1.5 മാസം മുമ്പ് വന്ന് അതിനുശേഷം വീണ്ടും 2 സ്വർണ്ണങ്ങൾ നട്ടെ. ശ്രീകണ്ഠാരെന്ന് വെച്ചാൽ കുറച്ച് ദൂരെയാണ്. ഒരു പ്രാവശ്യം വന്ന് പിന്നെ ഇതാ വീണ്ടും ഇങ്ങോട്ടേക്കാണല്ലോ. ഇത്രയും കിലോമീറ്റർ രാവിലെ വണ്ടി എടുത്ത് ഞങ്ങൾ വരാൻ കാരണം ഇവരുടെ സർവീസും കാര്യങ്ങളും ഇവരുടെ ഇടപാടെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ദൂരേക്ക് വണ്ടി എടുത്തിട്ട് വരാൻ തന്നെ കാരണം. അല്ല ചേട്ടാ, അതിന്റെ മാറ്റം ഞങ്ങൾക്കുണ്ട് തന്നെ. ഒരു പോസിറ്റീവ് എനർജി വരുമ്പോൾ തന്നെ ഞങ്ങളെപ്പം പറയും വീട്ടിൽ ചെന്നാലും കാര്യങ്ങൾ പറയും, ജ്വല്ലറിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. നാട്ടിലാരെങ്കിലും ചോദിക്കല്ലോ? ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൽ തന്നെ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട്. അത്രയും നല്ലൊരു പോസിറ്റീവ് ആണ്. ഫ്രണ്ട്സാരെ കൊണ്ട് തന്നെ എന്തെങ്കിലും എടുക്കണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേ വിടുള്ളൂ. കാരണം 100% ഉറപ്പാണ്. ഇത്രയും രാവിലെ ഞാൻ വരാൻ തന്നെ കാരണം ഇഷ്ടേക്ക് ഒരു വകയാണെങ്കിൽ ഇങ്ങ് വരുമല്ലോ. ഭയങ്കര സന്തോഷം കേട്ടോ, കേൾക്കുമ്പോൾ എന്തല്ലോ ആവുന്നു. ഏതായാലും പിന്നെ ഓക്കെ ആയ സംഗതി അല്ലേ? അപ്പോൾ ചെയിൻ എടുക്കാനാണ് വന്നത്, ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ സംഗതിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഉണ്ടല്ലോ, നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ വരുന്നത് ദൂരെയുള്ളവരാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ വരുന്നുണ്ട്. ചില ആൾക്കാർ നമ്മൾ ഷോപ്പിൽ വരുന്ന വെച്ചാൽ ബസ്സിൽ വരുവേ. ബസ്സിൽ വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കൊണ്ടാക്കുന്നത് നമ്മുടെ കാറിൽ തന്നെ കൊണ്ടായിക്കോളും. അങ്ങനെ വന്നവരാണ്. അപ്പോൾ നമ്മൾ തന്നെ അവരങ്ങോട്ട് കൊണ്ടാക്കി കേട്ടാ. സമയം ഉച്ച 1 മണിയായിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് കസ്റ്റമറൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ടൈമും പിന്നെ നല്ല ചൂടുവാണല്ല. 1 മണിയായിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിക്കാൻ പോകണം. ഇന്നെന്താണെന്നറിയില്ല, ബെസ്റ്റ് പോർച്ച് കുറവട്ടാ. 10 മണിക്കുള്ള ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ ബെസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈബ്രേഷൻ മിഷൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് അതായി ബേട്ടാ. അപ്പോൾ കസ്റ്റമറെല്ലാം പോയി, എല്ലാവരും ഒരാളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സമയത്ത് ബെസ്ക്കെന്ന് പറഞ്ഞപ്പോൾ ഇതാ ശാലിനി വേഗം അനക്കും ബെസ്കണമെന്ന് പറഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട്. സുധി തിരക്കില്ലാതൊന്നും കേട്ടോ. അപ്പോൾ മോളെ പോയി സുധിനെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് നമ്മളിത് സൂചിയർ മത്സരം ഇവിടെ നടക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. സൂചി എറിഞ്ഞിട്ട് നമ്മൾ നല്ല 9 ക്യാരറ്റിൻ്റെ നല്ല മോതിരങ്ങളാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ഒരു 6 വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ നടുക്കിതാ ഈ ബ്ലാക്കിൽ കൊള്ളിക്കണം കേട്ടോ, എന്നാലാണ് നമ്മളെ സ്വർണ്ണമോതിരം സമ്മാനം കിട്ടുന്നത്. ഒരുപാട് ആൾ നമ്മൾ ഡോളെല്ലാം കൊണ്ടുപോയി, പക്ഷേ ഈ സമ്മാനം ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല. നോക്കാം ആരാ ഭാഗ്യമാണെന്ന്. 6 ഉണ്ട്. 6 നമ്മൾ മോതിരം കൊടുക്കും കേട്ടോ. കഴിവുള്ളവരെ നമ്മളിങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നാലും വല്ല ശ്രുതിനെ കൂട്ടേണ്ട പരിപാടി നോക്കട്ടെ. നല്ല വെയിലാണ് കേട്ടോ, പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. ഹായ് 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 മമ്മി. ഹായ് അഭിക്കുട്ട. ഹായ് ഹായ് വൈഷ്ണവ്. ഹായ്. അപ്പോൾ ഇതേതോ കുപ്പായോ? രാവിലെ ഈ കൊലത്തിലെല്ലാം ഉണ്ടായേ. രാവിലെ വരുമ്പോൾ വേറെ ഡ്രസ്സ്, ഞാൻ നോക്കൊണ്ട് വേറെ ഡ്രസ്സ്. ഇതാരെ ഡ്രസ്സ്? ചൈനക്കാരിൻ്റെ പോലെ ഉണ്ടല്ലേ, ചാൻഷുമി. വാ തിന്നാൻ പോണ്ടേ. ഹായ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി, ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഷോപ്പിൽ ഇതാ തിരക്ക് തുടങ്ങി കേട്ടാ. പിന്നെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ദിവസവും സ്കോട്ടടിയുണ്ട്. സ്കോട്ടടി ജഗ് 100 രൂപ കൊടുക്കലുണ്ട്. സൂചി എറുണ്ട്, സൂചി എറിഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. നോക്കിയാട്ടെ, ഇപ്പോൾ ഏതാണ്ട് നല്ല തിരക്കായിട്ടുണ്ട്. കാരണം ആൾക്കാരെല്ലാം ഉച്ച ഭക്ഷണം കഴിച്ച് വൈകുന്നേരമാണ് ഇറങ്ങുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിന്, ഒരുപാട് ദൂരത്ത് തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിലൊന്നും നമ്മൾ നാട്ടുകാർ വളരെ കുറവാട്ടാ. എല്ലാം ഇതുപോലെ ദൂരത്ത് നിന്ന് വീഡിയോ കണ്ടു വരുന്നവരാണ് കൂടുതൽ. നമ്മൾ ഷോപ്പിൽ വരുന്നവരുണ്ടല്ലോ, നല്ല എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടേ പോകുക കേട്ടോ. വേറൊന്നല്ല, ഇതുപോലത്തെ സ്കോട്ടടിയും കാര്യങ്ങളൊന്നും വേറെ ഇടില്ലല്ല. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്ന വെച്ചാലുണ്ടല്ലോ, ഒരു ബോധവൽക്കരണമാണ്. അതായത് എല്ലാവരും ഡെയിലി സ്കോട്ടടിക്കുക. സ്കോട്ടടിച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കൂടും, കാലുവേദന ഉണ്ടാവില്ല, മുട്ടുവേദന ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് നമ്മളിത് ചെയ്യുന്നത്. അത് നമ്മൾ ഈ വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. കാരണം നിങ്ങളും വീട്ടിൽ നിന്ന് ഡെയിലി ഇതുപോലെ സ്കോട്ട് അടിക്കുക. ശരിക്ക് 10 സ്കോട്ട് അടിച്ചാണ്ടല്ല
ഏതാണ്ട് 10 കിലോമീറ്റർ നടന്നതിൻ്റെ ഗുണമെന്ന് പോലും ഉണ്ടാവുക. കാരണം അത്രക്ക് കാലിന് നല്ല വ്യായാമം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ പ്രായത്തിലുള്ളവരും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളെ ഷോപ്പിലൊന്നും അതുകൊണ്ട് സ്വർണം ബാങ്കൽ മാത്രമല്ല, നിങ്ങൾ ആരോഗ്യം കൂടി നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സ്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ 100 രൂപയും നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പം സമയം 8:30. ഇതാ നമ്മൾ ജ്വല്ലറി പൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതാ ശ്രുതിൻ്റെ സലൂണ് പൂട്ടാനായില്ല കേട്ടാ. ഇവിടെ രാത്രിയാണ് കൂടുതൽ ആൾ വരുത്ത്. ഇതാ ഇവരുണ്ട മാഹീന്നേ വരുന്ന കേട്ടാ നമ്മളെ വീഡിയോ ഇട്ടിട്ട് അവരും ഇപ്പാന്ന് പോകുന്നത്. അപ്പോൾ ഇനി ശ്രുതിൻ്റെ പണിയെല്ലാം തീർന്ന് സലൂണ് പൂട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് 9 മണിയാവും. അത്ര ഒരു കുട്ടികൾ ഇരുന്ന് കളിക്കും, ഞാനിരുന്ന് ബോറടിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക്.